മലപ്പുറം കരുവാരക്കുണ്ട് കടുവയ്ക്ക് വെച്ച കൂട്ടിൽ പുലി കുടുങ്ങി. വനവകുപ്പ് സ്ഥാപിച്ച കൂട്ടിലാണ് പുലി കുടുങ്ങിയത്. വയനാട്ടിൽ പുൽപ്പള്ളിയിലും മേപ്പാടിയിലും വന്യജീവി ആക്രമണമുണ്ടായി. പാലക്കാട് നെല്ലിയാമ്പതിയിൽ യുവാക്കൾക്ക് മുന്നിൽ ഒറ്റയാൻ പാഞ്ഞെടുത്തു. മലപ്പുറം കരുവാരക്കുണ്ട് കേരള എസ്റ്റേറ്റിൽ വനംവകുപ്പ് സ്ഥാപിച്ച കൂട്ടിലാണ് പുലി കുടുങ്ങിയത്. കാളികാവ് യുവാവിനെ കൊലപ്പെടുത്തിയ കടുവയ്ക്കായി സ്ഥാപിച്ച കൂട്ടിലാണ് പുലി കുടുങ്ങിയിരിക്കുന്നത്. പ്രദേശത്ത് പ്രതിഷേധവുമായി എത്തിയ നാട്ടുകാർ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ തടഞ്ഞു. വയനാട് പുൽപ്പള്ളി മുള്ളൻകൊല്ലിയിൽ വീണ്ടും പുലി ഇറങ്ങി. കബനിഗിരി സ്വദേശി കുന്നേൽ ജോയിയുടെ ആടിനെ കൊന്നു. മേപ്പാടി പുഴമൂലയിലും വന്യജീവി ആക്രമണമുണ്ടായി. കടവത്ത് ഗിരീഷിന്റെ വളർത്തുനായയാണ് കൊന്നത്. കോഴിക്കോട് കൂടരഞ്ഞി പൂവാരൻതോട്ടിൽ വീണ്ടും പുലി ഇറങ്ങി. ബൈക്ക് യാത്രക്കാരും റിസോർട്ടിലേക്ക് പോകുന്നവരുമാണ് പുലിയെ കണ്ടത്. പാലക്കാട് നെല്ലിയാമ്പതിയിൽ യുവാക്കൾക്ക് നേരെ ഒറ്റയാൻ പാഞ്ഞെടുത്തു. വടക്കഞ്ചേരി സ്വദേശികളായ രണ്ടുപേരും തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. പാലക്കാട് കഞ്ചിക്കോട് ജനവാസ മേഖലയിൽ കാട്ടാന മതിൽ തകർത്തു. സിബു എന്ന കർഷകന്റെ വീടിന്റെ മതിലാണ് തകർത്തത്. ഇവിടെ വ്യാപക കൃഷിനാശവും ആന വരുത്തി. ഇടുക്കി അടിമാലി വാളറയിൽ ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങി. പ്രദേശവാസിയായ റൈജുവിന്റെ വീട്ടുമുറ്റത്താണ് ആനയെത്തിയത്. അതിരപ്പിള്ളി മലക്കപ്പാറ സംസ്ഥാന പാതയിൽ 1.5 മണിക്കൂറിലധികം കാട്ടാന ബസ്സിനു മുന്നിൽ നിലയുറപ്പിച്ചു. കബാലി എന്ന പേരിൽ അറിയപ്പെടുന്ന ആനയാണ് ബസ്സിനു മുന്നിൽ വന്നു നിന്നത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് മീഡിയ 1.